നമ്മൾ ജസ്റ്റ് ഇതിലൊന്ന് വെച്ച് പൊളിച്ച് കാണിക്കാം. ഇതേ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വയ്ക്കുക. കണ്ടോ, വളരെ സിമ്പിളായിട്ട് തന്നെ ഒറ്റ പ്രസ്സിൽ തന്നെ ഇത് കാര്യങ്ങൾ നടക്കും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മകരക്കൊയ്ത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മൾ മലപ്പുറം തിരൂരാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ ഇടകളിൽ ചെയ്ത വീഡിയോയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എൻക്വയറി വരികയും എന്നെ പലരും വിളിച്ചു ചോദിക്കുകയും ചെയ്തത് തിരൂരുള്ള ജോയ് ചേട്ടൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അടയ്ക്ക കട്ട് ചെയ്യുന്ന ഒരു മെഷീൻ, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സാധനമാണ്. അടയ്ക്ക പൊളിക്കുന്ന മെഷീൻ, കട്ട് ചെയ്യുന്നതല്ല, അടയ്ക്ക പൊളിക്കുന്ന മെഷീൻ. അതിനെക്കുറിച്ചുള്ള കൂടുതൽ എൻക്വയറികൾ, അതെങ്ങനെയാണ്, എവിടെ കിട്ടുന്നത്, എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണ്, അങ്ങനെ ആളുകളുടെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം അങ്ങനെ പറഞ്ഞ് മടുത്തതുകൊണ്ട് നേരെ വീണ്ടും ഞാൻ ജോയ് സാറിനെ കാണാൻ വന്നിരിക്കുന്നു. ജോയ് സാർ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അന്ന് നമ്മുടെ ജോയ് സാർ നമ്മുടെ ക്യാമറയ്ക്ക് മുൻപിലേക്ക് വന്നില്ല. അതുകൊണ്ട് തന്നെ ജോയ് സാറിന് ഈ പ്രാവശ്യം ഞാൻ ഓടിച്ചിട്ട് പിടിച്ച് ക്യാമറയ്ക്ക് മുൻപിലേക്ക് കൊണ്ടിരുന്നു. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നു. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ലതന്നെ. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? അടിപൊളിയായിട്ട് പോകുന്നു. ഓക്കെ. ഞാൻ ആദ്യം പറയട്ടെ, ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട്, ജോയ് സാറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എവിടെയാണ് ലൊക്കേഷൻ, അങ്ങനെയുള്ള പല സംശയങ്ങൾ ആളുകൾക്കുണ്ട്. ശരിക്കും ലൊക്കേഷൻ പയ്യനങ്ങാടി എന്നാണ് കറക്റ്റ് സ്ഥലപ്പേര് വരുന്നത്. ഇത് തിരൂരിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ കോട്ടകൾ റൂട്ടിന് വരും. ആ സന്തോഷ വാർത്തയോടെ പറ, ഞാനത് പറയുന്നില്ല. അന്ന് ഇത് കണ്ടിട്ട് ഒരുപാട് പേര് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എത്രയും പെട്ടെന്ന് പേറ്റന്റ് എടുക്കണം എന്നുള്ളൊരു അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പേറ്റന്റ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന കാര്യം അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പേറ്റന്റ് ഇപ്പോൾ ഒരു 2 ആഴ്ച ആയുള്ളൂ അതിൻ്റെ പേറ്റന്റ് കിട്ടി. സന്തോഷം പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ആളുകൾ വിളിച്ചിട്ട് എന്താ പറയുക, അത് പറയും. ആളുകൾ വിളിച്ചിട്ട് ബുക്ക് ചെയ്യുന്നതനുസരിച്ച് കൊടുക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം നിലവിലുണ്ട്. അത് അത്രയും എൻക്വയറീസ് ആ ഒരു വീഡിയോ കൊണ്ട് ഉണ്ടാവും. നമ്മൾ ആളുകൾ വാങ്ങുന്നവർ ആളുകൾ മേടിച്ചിട്ട് നല്ല സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാവരും സാറ്റിസ്ഫൈഡാണ്. കാരണം വെച്ചാൽ എല്ലാവരും ഇതിപ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗുസ്തി പിടിക്കുന്നത്. എത്രയും പെട്ടെന്ന് കിട്ടി സംഭവം സക്സസ് ആയിട്ട് ചെയ്യണം. പൊളിക്കാന്ന് പറയുന്നത് അത്ര ഒരു ദുഷ്കരമായ പരിപാടി. അതിനെ പറ്റിയൊരു നല്ല എക്യുപ്മെന്റ്സ് ആയിട്ട് ആളുകളുടെ ഒരു അഭിപ്രായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന അങ്ങനെയാണ്. വർക്ക് ചെയ്യുന്ന യൂണിറ്റ് ഒക്കെ ഇതാണല്ലേ? ഈ ഒരു നമ്മുടെ ചെറിയൊരു വർക്ക്ഷോപ്പാണ്. ഇൻഡസ്ട്രി നമ്മൾ ചെറുതായിട്ട് ഇതിൽ അസംബ്ലിംഗ് സെക്ഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ. മെയിൻ സെക്ഷൻ വർക്കുകളൊക്കെ പുറത്തുനിന്ന് ചെയ്തിട്ട്. സാറിന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ ചെറിയ കുഞ്ഞൻ യന്ത്രമാണ്. നമ്മുടെ ആളുകളൊക്കെ കൈകൊണ്ട് അടയ്ക്ക പൊളിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ചെറിയ കത്തികൾ കൊണ്ട് അടയ്ക്ക പൊളിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി ഒരുപാട് മെഷീനറികൾക്ക് ആളുകൾ ശ്രമിച്ചിരുന്നു, പക്ഷെ ഒന്നും സക്സസ് ആയില്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും സമ്പൂർണ്ണമായി സക്സസ് ആയത് ഈ ഒരു മെഷീനാണ്. അതുകൊണ്ട് തന്നെ ഇത് ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ആളുകളിലേക്ക് എത്തി, ആളുകൾ അത് ഏറ്റെടുത്തു. അതാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലായത്. നമ്മൾ ജസ്റ്റ് ഇതിലൊന്ന് വെച്ച് പൊളിച്ച് കാണിക്കാം. ഇതേ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വയ്ക്കുക. കണ്ടോ, വളരെ സിമ്പിളായിട്ട് തന്നെ ഒറ്റ പ്രസ്സിൽ തന്നെ ഇത് കാര്യങ്ങൾ നടക്കും. ഓക്കെ ജോയ് സാറേ, നമ്മൾ കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടൊരു മെഷീനാണ്. ഈ കണ്ടുപിടുത്തത്തിന് ആദ്യമേ അഭിനന്ദനങ്ങൾ ചെയ്യാം. അന്ന് എനിക്കിതൊക്കെ നേരിട്ട് പറയണമെന്നുണ്ടായിരുന്നു. മാഷ് ഓടി രക്ഷപ്പെട്ടതുകൊണ്ടാണ്. മാഷിന് ഇപ്പോൾ എന്താ പറയുക, ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് കാണുന്നുണ്ട്, മാഷിനെ കാണുന്നുണ്ട്. അപ്പോഴും പലരും എന്നോട് ചോദിച്ചത് മാഷിനെ ഒന്നും കാണിച്ചില്ലല്ലോ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മാഷിനെ ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ചെറിയ ചില കാര്യങ്ങളോട് ഒന്ന് ചോദിച്ചിട്ട്, നമ്മൾ അന്നൊരു വിലഭാഗമൊക്കെ പറഞ്ഞിരുന്നു. ആ വിലഭാഗത്തിൽ നിന്ന് കൂടുതലാണോ അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? 3600 തന്നെ കൊടുക്കുന്നത്. അത് തന്നെ. ഓക്കെ. മാഷ് ഒറ്റയ്ക്കാണ്, തനിയാണ് ഇതൊക്കെ അല്ലേ? എല്ലാ കാര്യങ്ങളും മാഷിന്റെ ഒറ്റയ്ക്കുള്ള പ്രയത്നമാണ്. ഓക്കെ, അപ്പം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മാഷിനെ വീണ്ടും ഈ നമ്പറിൽ വിളിച്ചാൽ മതി. മാഷിനെ വാട്സപ്പിൽ നമ്പർ കൊടുത്താൽ മതി. വാട്സപ്പിൽ കോൾ ചെയ്യുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ. ഓക്കെ. ഒരുപാട് ആളുകൾ രാത്രി ടൈമിൽ മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്യാറുള്ളൂ. വാട്സപ്പിലാണെങ്കിൽ മെസ്സേജ് എല്ലാവർക്കും മാഷ് റിപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ? എല്ലാവരും എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ എന്തായാലും നമ്മുടെ മലപ്പുറം തിരൂരുകാരൻ ജോയ് സാറിൻ്റെ ചെറിയ ചില വിശേഷങ്ങളാണ് നമ്മൾ കൊണ്ടുവന്നത്. എന്താ പറയുക, ജോയ് സാറിൻ്റെ ബിസിനസ്സും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ജോയ് സാറെ എങ്ങനെയുണ്ട് ബിസിനസ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു മെഷീൻ്റെ സാധ്യതകൾ എന്താണ്, ഇതൊക്കെ മേടിച്ചവർക്കറിയാം. എന്താ പറയുക, ഇവിടെ വന്ന് കണ്ടവർക്കറിയാം അതിൻ്റെ ഒരു ആവശ്യകത എന്താണ്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ആ അടയ്ക്ക പൊളിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല കർഷകർ ഈ ഒരു മേഖലയും തന്നെ ഇത് വേണ്ടാന്ന് വെച്ചിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു വലിയ ഒരു സൊല്യൂഷനാണ് സാറ് കണ്ടെത്തിയത് എന്ന് പറയാതിരിക്കാൻ പറ്റും. ഒരുപാട് കാലത്തെ സാറിൻ്റെ അധ്വാനം കൂടിയാണ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമ്മൾ മുൻപ് വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്ന നിലയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല അറിവുകളും കാഴ്ചകളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം എന്ന ശുഭാപ്തി വിശ്വാസത്തോടെയാണ് നമ്മൾ മലപ്പുറത്ത് നിന്ന് വിടവാങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.